അതെ. അപ്പോൾ 4 മണിക്ക് ചായ ഇടാൻ പോവാം. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി ചേമ്പ് പുഴുങ്ങി തിന്നാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് എൻ്റെ അമ്മ എല്ലാം ചിരണ്ടി വൃത്തിയാക്കി കൊടുത്തു വിട്ടേക്കാം. കണ്ട, നമ്മുടെ അമ്മമാരൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ജോലികളൊന്നുണ്ട്, അതെല്ലാം എൻ്റെ അമ്മ എനിക്ക് ചെയ്തു തരും. മീൻ വെട്ടി, ചക്കക്കുരു ചിരണ്ടി, ഇങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്തു തരും. അവർക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ അല്ലേ. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും നമ്മളിട്ട് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് പുഴുങ്ങാൻ വയ്ക്കാം. കണ്ട, ഇനി നമുക്ക് ചായക്ക് വെള്ളം അടുപ്പ് ഇത് വിസിലടിക്കുന്നു. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചേമ്പിന് ചമ്മന്തി ഉടയ്ക്കാൻ പച്ചമുളകും ഉള്ളിയും പുളിയും ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ചമ്മന്തി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതൊക്കെ അരയ്ക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരും അല്ലേ. ഇതെല്ലാം ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. എല്ലാവരും ഒരുപോലെ ആവണം. സുജയമ്മ സമ്മന്തി അരച്ച കഥ പറഞ്ഞത്, സമ്മന്തി അരയ്ക്കുന്ന കഥയാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചേട്ടാ, നമ്മുടെ ചേമ്പിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കത് അരിപ്പ പാത്രത്തിൽ ഒഴിക്കാം. എന്തോ നോക്കട്ടെ. അത് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? എന്തായാലൊന്നും പോയിട്ടില്ലേ. ചേമ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയാണേ. ഇതേ ചൂടാ, ഉണ്ടാക്കി പറ്റിപ്പോയാൽ തീർന്നു. അപ്പം നമുക്ക് ചേമ്പ് കഴിക്കാൻ തുടങ്ങാം. എന്താ ഇതേ കുറച്ച് മീൻ പറ്റിച്ചെടുത്തു. കുറച്ച് മതി. കണ്ടോ, ഒരു മീൻ കറി എടുത്തു. കുറച്ച് മുളക് ചമ്മന്തി എടുത്തു. ഇനി 5-6 ചേമ്പ് കൂടി എടുക്കാം. ചായയും കൂടെ എടുത്തിട്ട് ഞാനത് കഴിച്ച് കാണിക്കാം. എന്താ മുളക് ചമ്മന്തി കൂട്ടി മീൻ പറ്റിച്ചത്, കൊതി വരുന്ന വരട്ടെ, കൊതി വരട്ടെ. എന്താ മുളക് ചമ്മന്തി വെക്കാം. മീനേക്കാളും രുചി മുളക് ചമ്മന്തി കൂടി കഴിക്കുന്നല്ലേ. കാന്താരി ആയിരുന്നു നമ്മുടെ സൂപ്പറാ. കണ്ടോ, അത് എൻ്റെ അമ്മ കൃഷി ചെയ്തിട്ട് അവിടുന്ന് പറിച്ച് വേണമെന്ന് വിളിച്ച് ചോദിക്കും. വേണമെന്ന് പറയുമ്പോൾ ചിരണ്ടി വൃത്തിയാക്കി കൊടുത്തു വിടും. നമുക്കിവിടെ അടുപ്പ വെച്ച് വേവിച്ചാൽ മാത്രം മതി. ചൂടിയായ